വാട്ട് വരുന്ന സമയത്ത് എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെന്റൻസ് പറയാം. ഇവിടെ യു ഹാവ് written a novel. You have written a novel. ഇതാണ് സെന്റൻസ്. ഇതിൻ്റെ പാസീവ്, ഈ തന്നൊരു സെന്റൻസ് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? B+V3 ഉണ്ടോ? ഇല്ല. പിന്നെ മറ്റൊന്നും കൂടെ മനസ്സിലായി, +V3 ഏതാണ്? സബ്ജക്ട് പ്ലസ് +V3 ആണ്, പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഇതിനെ പാസീവ് വോയിസിൽ നമ്മൾ മാറ്റുന്ന സമയത്ത് എന്തായാലും മാറും. ആദ്യം നോവൽ എടുത്തിരുന്നു അല്ലേ, എ നോവൽ അല്ലേ, എ നോവൽ. ഇതാണ് തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവ് വോയിസിലെ മാറ്റുന്നത്. എ നോവൽ, സോറി, യു ഹാവ് written a novel. നമ്മൾ പാസീവ് വോയിസിലെ മാറ്റുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? തന്നിരിക്കുന്ന അസറ്റീവ് സെന്റൻസ് ആണ് അല്ലേ, നമുക്ക് എങ്ങനെ എഴുതാം? എ നോവൽ ഹാസ് ബീൻ written by you അല്ലേ. യു ഹാവ് written a novel, നീ ഒരു നോവൽ എഴുതിയിട്ടുണ്ട്. എ നോവൽ ഹാസ് ബീൻ written by you അല്ലേ. സോ നിന്നൊരു നോവൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഈ തന്നിരിക്കുന്ന സെന്റൻസിന് എന്ത് ചെയ്യാം? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് മാറ്റുകയാണെങ്കിലോ, നമുക്ക് എന്ത് പറയാം? യു ഹാവ് written നോവൽ നമുക്ക് എന്ത് പറയാം? ഹാവ് യു written എ നോവൽ. ഹാവ് യു written എ നോവൽ, നീ ഒരു നോവൽ എഴുതിയിട്ടുണ്ടോ അല്ലേ. സോ എന്തായാലും പറയും ഹാവ് അല്ല, ഹാസ് ആണ്. നോവൽ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് എ നോവൽ ബീൻ written by you അല്ലേ. ഇത് ചോദ്യമാണ്, ഇത് രണ്ടും അല്ലേ. സോ യു ഹാവ് written എ നോവൽ നമുക്കെന്ന് പറയാം. ആദ്യം നമ്മൾ ഒബ്ജക്റ്റിൻ്റെ അടുത്ത് എഴുതി, പിന്നെ ഇതാണ് തന്നിരിക്കുന്ന സെന്റൻസിലെ ഹെൽപ്പിംഗ് വേർബിന് അല്ലേ. നോവൽ സിംഗുലർ ആയതുകൊണ്ട് ഹാസ് എഴുതി, റിട്ടേൺ V3 വെർബ് ആയതുകൊണ്ട് നമ്മൾ ബിയുടെ V3 ഫോമാറ്റിലെ ബീനെ എഴുതി. റിട്ടേൺ ഓൾറെഡി V3 ആണ്, V3 തന്നെ എഴുതി. ബൈ ആരാണ്? യുവിന് ഒബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോഴും യു തന്നെ. ചോദ്യം ആകുമ്പോഴോ ഈ ഹാവിനെ കൊണ്ട് കൊണ്ടുവന്ന് നോക്കുക. ഹാവ് യു written എ നോവൽ അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് ഇതിനെന്ത് ഹാസിനെ കൊണ്ട് കൊണ്ടുവന്നു. ഹാസ് എ നോവൽ ബീൻ written by you. ഇവിടെ വന്നിരിക്കുന്ന സെന്റൻസിൽ നമുക്ക് എഴുതുന്ന സമയത്ത് ഇവിടെ മറ്റൊന്നും കൂടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു സെന്റൻസിൻ്റെ ഒബ്ജക്റ്റിനെ കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെന്താണ്? അസറ്റീവ് സെന്റൻസ് ആണ് അല്ലേ, അസറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ യു ഹാവ് written എ നോവൽ അല്ലേ. ഇവിടെ നമുക്കൊരു ഒബ്ജക്റ്റിനെ ഒരു ആൻസർ ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് വാട്ടാണ്. വാട്ട് ചോദിച്ചാൽ യു ഹാവ് written എ നോവൽ അല്ലേ, എന്താണ് എഴുതിയത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഉത്തരം ഏത് കിട്ടും? നോവൽ എന്ന് കിട്ടും. അപ്പോൾ വാട്ട് ഒരു സെന്റൻസിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചോദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല? ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. കാരണം വാട്ട് വന്നാൽ അവിടെ എന്താ ചോദിക്കുന്നത്? ഒബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഇങ്ങനെയാണ് എന്താ നമുക്ക് ഈ ഒരു സെന്റൻസിനെ എഴുതുക. പക്ഷേ വാട്ട് വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റിട്ടണിന് ശേഷമല്ല ഇവിടെ ഒബ്ജക്റ്റും, ഇവിടെ എന്താണ് ഹെൽപ്പ് വേർബിന് ശേഷം വന്നിരിക്കുന്ന ഒബ്ജക്റ്റും നമ്മൾ കാണിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? വാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തിനാണ് ചോദിക്കുന്നത്? ഒബ്ജക്റ്റിനാണ് ചോദിക്കുന്നത് ചോദ്യം. പിന്നെ നമുക്ക് അവിടെ ഒബ്ജക്റ്റ് കൊടുക്കുമോ? ഇല്ല. എന്താണ് ചോദ്യം? ഒബ്ജക്റ്റിനെയാണ് ചോദിക്കുന്നത്. പിന്നെ ചോദ്യത്തിൽ ഉത്തരം വരുമോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത് ഇവിടെ എനിക്ക് റിട്ടണിന് ശേഷം ഒബ്ജക്റ്റ് കാണാത്തത്. ഒബ്ജക്റ്റ് ഇല്ല, പക്ഷേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, അതുകൊണ്ട് ഒബ്ജക്റ്റ് കൊടുത്തില്ല. ഇവിടെ നോക്കൂ നിങ്ങൾ, ഈ സെയിം സെന്റൻസിനെ വാട്ട് വെച്ചിട്ട് നമ്മൾ എഴുതിയതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നിങ്ങൾക്ക് ഇവിടെ എഴുതിയത്. നോക്കൂ, ഇവിടെ വാട്ട് ഹാവ് യു റിട്ടൺ അല്ലേ. ഇവിടെ വാട്ട് വന്നാൽ നമുക്കറിയാം, വാട്ട് വന്നാൽ നമുക്കറിയാം എന്താണ് ഇവിടെ വന്നിരിക്കുന്നതിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ വാട്ട് അങ്ങനെ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് ചെയ്തു. വാട്ട് വന്നാൽ എന്താണ് അവിടെ തന്നിരിക്കുന്നതിൽ വാട്ടിന് എന്ത് ചെയ്യുക? അവിടെ ഡയറക്റ്റ് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എടുത്ത് ചെയ്ത. നെക്സ്റ്റ് വന്നിരിക്കുന്നത് എന്താണ്? ഹെൽപ്പിംഗ് വേർബാണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഹാവ് ആണ്. ഇവിടെ വന്നിരിക്കുന്നത് എന്താണ്? ഹാവ് ആണ്. നമുക്ക് എന്താണ് നെക്സ്റ്റ് വേണ്ടി? ഒബ്ജക്റ്റ് നോക്കിയിട്ടാണ് എന്ത് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഡിസൈഡ്. ഈ നോവൽ എന്ന കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ഇവിടെ എന്താണ്? ഹാസ് ആണ് വന്നതെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഹാസ് വരുമെന്ന് അറിയാം. പക്ഷേ ഇങ്ങനെ ചോദ്യം വരുന്ന സമയത്ത് എന്താണ്? ഇവിടെ ഹാസ് ഉണ്ടോ?
ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് നോക്കിയിട്ട് ഇവിടെ ഹാസ് ആണ് ഡിസൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത്തരം കേസിൽ എന്തായിട്ട് കണക്കാക്കിയാൽ മതി? സിംഗുലർ ആയിട്ട് കണക്കാക്കിയാൽ മതി. മറ്റൊരു കാര്യം കൂടെ, എക്സാമിൻ്റെ ഓപ്ഷനിൽ എന്ത് ചെയ്യുക, അങ്ങനെ ഇവിടെ എന്താണ് സിംഗുലറും പ്ലൂരലും തന്നിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. സിംഗുലറും പ്ലൂരലും തന്നിട്ട് സിംഗുലറും പ്ലൂരലിലും മാറ്റം കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, രണ്ട് റൈറ്റ് ആൻസർ തരില്ല. അതായത് വാട്ട് ഹാസ് ബീൻ റിട്ടൺ ബൈ യു, വാട്ട് ഹാവ് ബീൻ റിട്ടൺ ബൈ യു, ഇങ്ങനെ ഒരു ചോദ്യം തന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കില്ല. കാരണം എന്താണ്, ഇവിടെ നമുക്ക് ഹാസും ഹാവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്ത് കരുതിയാൽ മതി, സിംഗുലർ ആണെന്ന് കരുതിയിട്ട് ഹാസിനെ എന്ത് ചെയ്തു, ഇവിടെ ചൂസ് ചെയ്തു. ദെൻ ഹാസ് വന്നു. നെക്സ്റ്റ് നമ്മളിവിടെ എന്ത് ചെയ്താൽ ഒബ്ജക്റ്റ് ആണ് എഴുതുക. ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ടോ? ഇല്ല. കാരണം ചോദ്യം എന്താണ്, ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ സ്ഥാനമാണ്. പക്ഷെ വാട്ട് വരുമ്പോൾ എന്തുണ്ടാവില്ല, ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും നമുക്ക് ഒബ്ജക്റ്റ് കാണാൻ സാധിക്കില്ല കേട്ടോ. എന്ത് കാണാൻ പറ്റില്ല? ആക്റ്റീവ് വോയിസിലും പാസീവ് വോയിസിലും നമുക്ക് അവിടെ ഒബ്ജക്റ്റ് കാണാൻ സാധിക്കില്ല. ദെൻ നമുക്ക് നോക്കാം, തന്നിരിക്കുന്നതിൽ എന്ത് ചെയ്യാം, നമ്മളിവിടെ സിംഗുലറിന് ആദ്യം കൺസിഡർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹാസ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് എന്താണ്, ഒബ്ജക്റ്റ് ഇല്ല. ദെൻ ബീൻ ഏതാണ്, വെർബ് എന്ന് പറയുന്നത് എന്താണ്, V3 ആണ്. അപ്പോൾ V3യുടെ ബി ഫോം ഏതാണ്, ബീനാണ്. വെർബ് V3 ആണ്, V3 തന്നെ എഴുതി. ബൈ പ്ലസ് ആരാണ്, യു ആണ്, ഏജന്റ് ഡുവർ, യു എഴുതി. എന്തില്ല ഇതിൽ, വാട്ട് വന്ന സമയത്ത് ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ആ കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒബ്ജക്റ്റ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്, വാട്ടെന്ന് പറയുന്നത് ആരെയാണ് ചോദിക്കുന്നത്, യു ഹാവ് റിട്ടൺ എ നോവൽ എന്ന് ഒരാൾ പറഞ്ഞു. ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്, എന്താ നമ്മൾ ചോദിക്കുകയാണ്. വാട്ട് എന്ന് ചോദിച്ചാൽ എന്താ പറയുക, അയാൾ ഉത്തരം എന്ത് പറയും, എ നോവൽ എന്നല്ല പറയാം. അല്ല, എന്താ നമ്മൾ ചോദിക്കുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം അവരെന്താ പറയുക, എ നോവലാണ്. അപ്പോൾ വാട്ട് വന്നാൽ പിന്നെ നമുക്ക് ഇവിടെ നോവൽ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് എന്ത്, വാട്ട് വരുന്ന WH ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് അവിടെ ഒബ്ജക്റ്റ് കാണാത്തത്. സോ ഇവിടെ ഒബ്ജക്റ്റ് കൊടുത്തില്ല, അപ്പോൾ പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. സോ വാട്ട് ഹാവ് യു റിട്ടൺ, ഒബ്ജക്റ്റ് ഇല്ല അല്ലേ. ദെൻ ഇവിടെ നോക്കൂ, വാട്ട് ഹാസിന് ശേഷം ഒബ്ജക്റ്റ് ആവേണ്ടത്, ഒബ്ജക്റ്റ് ഇല്ല, ബീൻ റിട്ടൺ ബൈ യു. എന്താണ് സെന്റൻസ്, സെന്റൻസ് ഇതാണ്. ഹെൽപ്പിംഗ് വെർബ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് വരും, ഇവിടെ ഒബ്ജക്റ്റ് വരും, ഇവിടെ ഒബ്ജക്റ്റ് വരും, ഇവിടെ ഒബ്ജക്റ്റ്. പക്ഷെ വാട്ട് വന്നാലോ, വാട്ട് വന്നാൽ അവിടെ ഒബ്ജക്റ്റ് ഇല്ല. നേരത്തെ പറഞ്ഞതിലൊക്കെ എന്തുണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഹൗലും അതേപോലെ വൈയിലും വെന്നിലൊക്കെ എന്താണ്, നമ്മളവിടെ ഒബ്ജക്റ്റ് വരും. ഇവിടെ എന്തില്ല, വാട്ട് വന്നാൽ അവിടെ ഒബ്ജക്റ്റ് ഇല്ല എന്ന കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടാണ്, വാട്ട് ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒബ്ജക്റ്റിനാണ് ചോദിക്കുന്നത്. പിന്നെ ചോദ്യത്തിൽ ഉത്തരം ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഇല്ലാത്തത്. ക്ലിയർ ആണോ? ഓക്കെ, അതിനാണ് നമുക്ക് അടുത്തത് പറയട്ടെ. ഓക്കെ, വിച്ച് ബുക്ക് ഡു യു ലൈക്ക്, ആൻസർ വിച്ച് ബുക്ക് ഈസ് ലൈക്ക്ഡ് ബൈ യു. അതേപോലെ മറ്റൊരു ചോദ്യമാണ്, വിച്ച് ബോയ് ബ്രോക്ക് യുവർ ലെഗ്സ്, ആൻഡ് ആൻസർ വിച്ച് ബോയ് വേർ യുവർ ലെഗ്സ് ബ്രോക്കൺ ബൈ, ഓർ ബൈ വിച്ച് ബോയ് വേർ യുവർ ലെഗ്സ് ബ്രോക്കൺ. നമുക്ക് ഇതാണ് ചോദ്യം, ആൻസർ, ചോദ്യം അതേപോലെ ആൻസർ. ഇതിലേതാണ് ആക്റ്റീവ് വോയിസ് അല്ലേ, ഇതാണ് ആക്റ്റീവ് വോയിസ് അല്ലേ. സോ നമുക്ക് പറയാം, തന്നിരിക്കുന്നതിൽ ഡു വന്നിട്ടുണ്ട്, അപ്പോൾ ആക്റ്റീവ് വോയിസിലാണ് ഉണ്ടാവുക അല്ലേ. ഡു യു ലൈക്ക് തന്നിരിക്കുന്ന ഹെൽപ്പിംഗ് വെർബായിട്ട് ഡു വന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ്, ഈസ് പ്ലസ് V3 വന്നിട്ടുണ്ട് അല്ലെ. ഈസ് പ്ലസ് V3 വന്ന് നമുക്ക് പറയാം അത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിലാണ് ഈസ് പ്ലസ് V3. ഒരു ആക്റ്റീവ് വോയിസ് ആണെങ്കിൽ ഈസ് പ്ലസ് VM പ്ലസ് ING അല്ലേ. ഓക്കെ, പുറത്ത് വെക്കാം. സോ നമുക്ക് നോക്കാം, ഈ വന്നിരിക്കുന്നതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അല്ലെ, രണ്ട് ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്, വിച്ച് ബുക്ക് ഡു യു ലൈക്ക്. വിച്ച് ബുക്ക് ഡു യു ലൈക്ക് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ വാട്ട് നമ്മൾ എന്തിനു ഉപയോഗിച്ചു, ഒബ്ജക്റ്റ് എന്താണ് ചോദിക്കാൻ വേണ്ടിയിട്ട് വാട്ടാണ് ഉപയോഗിക്കുക. വാട്ട് ചോദിച്ചാൽ അവിടെ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അല്ലേ, ചോദ്യത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. രണ്ടാമത് വിച്ച് ഉപയോഗിക്കുന്നത്, വിച്ച് നമുക്ക് എന്താണ് സബ്ജക്റ്റിനെ ചോദിക്കാൻ വേണ്ടിയും അതേപോലെ ഒബ്ജക്റ്റിനെ ചോദിക്കാൻ വേണ്ടിയും, അതായത് ഏത് തരം എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിച്ച് ഉപയോഗിക്കാം. ഏതാണെന്ന് ചോദിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ചോദിക്കാൻ വാട്ട് ഉപയോഗിക്കും അല്ലെ. ഏതാണ് സബ്ജക്റ്റ് എന്ന് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്ത്, ഹൂ ഉപയോഗിക്കും. ബട്ട് ഒബ്ജക്റ്റിനെ സബ്ജക്റ്റിനെ അല്ലെ ഏത് കാറ്റഗറി ആണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുക, വിച്ച് ആണ് ഉപയോഗിക്കുക. അപ്പോൾ വിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്, വിച്ചിൻ്റെ കൂടെ തന്നെ എന്താണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് നമ്മൾ ഉപയോഗിക്കും. അത്രയും പാർട്ട് എന്താണ്, ചോദ്യമാണ്. വിച്ച് ബുക്കാണ് എന്ത് ഇവിടെ ചോദ്യം. നമുക്കറിയാം WH ക്വസ്റ്റ്യന് ശേഷമാണെന്ത്, WH ക്വസ്റ്റ്യന് ശേഷമാണ് ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുക അല്ലെ ചോദ്യ രൂപത്തിലേക്ക്. ഇവിടെ WH ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വിച്ചിൻ്റെ കൂടെ തന്നെയാണ് ഇത് ബുക്ക് എന്ന് പറയുന്നത്. അതിന് ശേഷമാണ് എന്ത് ഇവിടെ ഹെൽപ്പിംഗ് വെർബ് വന്നത്. അപ്പോൾ ഇത്രയും ഭാഗം എന്താണ് നമ്മൾ വെന്നൊക്കെ എടുത്ത് എഴുതിയതുപോലെ എന്താണ് വിച്ച് ബുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതണം. വിച്ച് ബുക്ക്
അങ്ങനെ തന്നെ എന്ത് ചെയ്യണം ഇങ്ങോട്ട് എടുത്തത്. ഈ ഒരു ഭാഗമാണ് എന്ത് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ നോക്കേണ്ടത്. അതായത് എൽപി ബോബ് ക്വസ്റ്റ്യൻ പോലെ ഈ ഒരു ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. എന്തുണ്ടാവില്ല, ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാവുകയില്ല. കാരണം ഒബ്ജക്റ്റ് ഏത് തരം എന്നാണ് നമുക്കിവിടെ ചോദിക്കുക. വിച്ച് ബുക്ക് ഡു യു ലൈക്ക് അല്ലേ. സോ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഡു വന്ന് നമുക്കറിയാം ഡു നമ്മൾ എന്ത് ചെയ്യില്ല, ഡൂനെ നമ്മൾ പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. ഡൂം ഡസും ഡിഡും പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകില്ല. ഡു വന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈസ് ആം ആർ ഇതിലേതെങ്കിലും ഒന്നാണ് കൊണ്ടുപോവുക. ഒബ്ജക്റ്റ് ഏതാണെങ്കിലും ഇവിടെ തന്നിട്ടില്ല അല്ലെ. ഒബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയാണ് ഈസാണോ ആമാണോ ആറാണോ ഡിസൈഡ് ചെയ്യും. പക്ഷെ ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് വിച്ച് ബുക്ക് ഏത് ബുക്കാണെന്നല്ല. അപ്പോൾ ഇവിടെ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്, ബുക്ക് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ നമുക്കറിയാം സിംഗുലർ ആണ് ഒബ്ജക്റ്റ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡൂന് പകരം എന്ത് ചെയ്യുക ഈസിനെ കൊണ്ടുപോയി. നെക്സ്റ്റ് നോക്കുക, വെർബ് അല്ലേ വേണ്ടിയത് അല്ലേ. ഈസിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഇവിടെ ഒബ്ജക്റ്റ് ആണ് ഇത്, പക്ഷേ ഒബ്ജക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒബ്ജക്റ്റ് ചെയ്തതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ല. ഒബ്ജക്റ്റ് ചോദ്യത്തിൽ തന്നെയാണ് വിച്ച് ബുക്ക് അല്ലെ. നേരത്തെ വാട്ടൊക്കെ പറഞ്ഞതുപോലെ വാട്ടിൽ അവിടെ തീരെ ഒബ്ജക്റ്റ് ഇല്ല. ഇവിടെ നിന്നാണ് വിച്ചിൻ്റെ കൂടെ തന്നെ എന്താണ് ഏത് തരം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് ബുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. സോ എന്താണ് ഒബ്ജക്റ്റ് ഇല്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെർബ് ആണ് എഴുതേണ്ടത്. വെർബ് ഏതാണ്, ലൈക്ക് എന്ന് പറയുന്നത് V1 ആണ് അല്ലേ. ലൈക്ക് എന്ന് പറയുന്നത് V1 ആണ്. അതിൽ V2 ഏതാണ്, ലൈക്ക്ഡ് ആണ്. V3 ഏതാണ്, ലൈക്ക്ഡ് ആണ്. അപ്പോൾ V1 V2 ആൻഡ് V3 ആണ്. V1 ലൈക്ക് ആണ്, V2 ലൈക്ക്ഡ് ആണ്, V3 എന്താണ് ലൈക്ക്ഡ് ആണ്. നമുക്ക് വേണ്ടതാണ് V1 ആണ്, നമുക്ക് V3 ആണ് വേണ്ടത് അല്ലെ ലൈക്ക്ഡ്. അതാണ് ലൈക്ക്ഡ്. ബൈ ആരാണ്, ബൈ പ്ലസ് എന്താണ് ഏജന്റ് ഡൂവർ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ്സ്. യു എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സബ്ജക്റ്റ്, ഹെൽപ്പിംഗ് വേർബിന് തൊട്ട് ശേഷമാണ് എന്താ വന്നത്, ഇവിടെ സബ്ജക്റ്റിൻ്റെ സ്ഥാനമാണ്. ഇവിടെ ബൈക്ക് ശേഷമാണ് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനമാണ്. സോ എന്താ യു, ഇവിടേക്ക് യു തന്നെ. യുവിൽ മാറ്റം ഉണ്ടാവുമോ ഇല്ല. സോ ആൻസർ എന്ത്, വിച്ച് ബുക്ക് ഡു യു ലൈക്ക് ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം, വിച്ച് ബുക്കാണ് ചോദ്യം. ചോദ്യം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് എഴുതി. ഡു വന്നാൽ ഡൂനെ കൊണ്ടുപോകില്ല, പകരം ഈസ് ആറാണ്. ബുക്ക് സിംഗുലർ ആയതുകൊണ്ട് ഈസ് കൊണ്ടുപോയി. ഒബ്ജക്റ്റ് ഇവിടെ ഇല്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷേ ഇവിടെ വെച്ച് നമുക്ക് നോക്കാം ബുക്ക് ആയതുകൊണ്ട് സിംഗുലർ ആണെന്ന് പറയാം അല്ലേ. നെക്സ്റ്റ് വെർബ് ലൈക്ക് V1 ആണ്, V3 വേണം. ലൈക്ക്ഡ് കൊണ്ടുപോയി. ബൈ ആരാണ്, ഏജന്റ് അല്ലെങ്കിൽ ഡുവർ ആരാണ്, യു ആണ്. യുവിൻ്റെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തും യു തന്നെയാണ്, നോ ചേഞ്ച്. അതുകൊണ്ട് യു തന്നെ എഴുതി. ക്ലിയർ ആണോ? അടുത്ത ചോദ്യം ചോദിച്ചത് എന്താണ്, അടുത്ത ചോദ്യം ചോദിച്ചത് സബ്ജക്റ്റിനെയാണ് അല്ലെ. കാരണം എന്താണ്, വിച്ച് ബോയ് ബ്രോക്ക് യുവർ ലെഗ്സ്. യുവർ ലെഗ്സ് ആണ് എന്താ ഇവിടെ ഒബ്ജക്റ്റ് എന്ന് പറയും അല്ലെ. ഏത് ബോയ് ആണ് നിന്റെ കാലൊടിച്ചത് അല്ലെ, കാലുകൾ ഒടിച്ചത് അല്ലെ. വിച്ച് ബോയ് ബ്രോക്ക് യുവർ ലെഗ്സ് അല്ലെ. സോ ആരാണ്, ഏത് ബോയ് ആണ് ഏത് ആൺകുട്ടിയാണ് നിന്റെ കാലുകൾ പൊട്ടിച്ചത് അല്ലെ. സോ നോക്കാം, വിച്ച് ബോയ് ബ്രോക്ക് യുവർ ലെഗ്സ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ യുവർ ലെഗ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നതിൽ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ സബ്ജക്റ്റ് ബോയ് ആണെന്ന് അറിയാം, ഏത് ബോയ് ആണെന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഇത്രയും ഭാഗം എന്താണ് വിച്ച് ബോയ് എന്ന് പറയുന്നത്, ഇത്രയും എന്താണ് ചോദ്യമാണ് വിച്ച് ബോയ്, ഏത് ബോയ് ആണ് അല്ലെ. വിച്ച് ബോയ്, നമ്മൾ ആ വിച്ച് ബോയ് എന്ത് ചെയ്യണം, അങ്ങനെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ വിച്ച് ബോയ് തന്നെ കൊണ്ടുപോയി അല്ലേ. നെക്സ്റ്റ് നോക്കൂ, വിച്ച് ബോയ് ശേഷം നമുക്ക് ബ്രോക്ക് എന്ന് പറയാം. ബ്രേക്ക്, ബ്രോക്ക് ആൻഡ് ബ്രോക്കൺ ആണ്. ഈ വന്നിരിക്കുന്ന വെർബ് ഏതാണ്, V2 ആണ്. വെർബ് ഏതാണ്, V2 ആണ്. വെർബ് V2 വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തായിരിക്കും, സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒബ്ജക്റ്റിലേക്ക് പാസീവ് വോയിസിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എന്തായാലും പറയും വാസ് അല്ലെങ്കിൽ വേറല്ലേ വരിക, ബി ഫോം ആയിട്ടില്ലേ. ഇപ്പോൾ ബി ഫോം എന്താണ്, യുവർ ലെഗ്സ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറെ എഴുതാം. ഇവിടെ നോക്കൂ, യുവർ ലെഗ്സ് അല്ലേ. ബ്രേക്ക്, ബ്രോക്ക് ആൻഡ് ബ്രോക്കൺ ആണ് അല്ലെ. ബ്രോക്ക് V2 ആണ്, അതിൻ്റെ V3 ഏതാണ്, ബ്രോക്കൺ ആണ്. ദെൻ ബൈ അല്ലെ. ബൈ ആരാണ് അല്ലെ, ഏതാണ് ആരാണെന്ന് നമുക്കറിയില്ല. ബോയ് ആണ്, ഏത് ബോയ് ആണെന്ന് കൊടുത്തിട്ടില്ല. ഏത് ബോയ് ആണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ബൈക്ക് ശേഷം എന്തുണ്ടാവില്ല, ഏജന്റ് അല്ലെങ്കിൽ ഡുവർ അത് അവിടെ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് മറ്റു രീതിയിൽ എഴുതി. ഇവിടെ നോക്കൂ, വിച്ച് ബോയ് വേർ യുവർ ലെഗ്സ് ബ്രോക്കൺ ബൈ. ഇവിടെ നോക്കും, ബൈ വിച്ച് ബോയ് വേർ യുവർ ലെഗ്സ് ബ്രോക്കൺ ബൈ. ഈ ബൈയോ ഇവിടെ എന്ത് ചെയ്തു, അവസാനം എഴുതി, ഇവിടെ എന്ത് ചെയ്തു, ആദ്യം എഴുതി. ഈ ഡിഫറൻസ് മാത്രമാണ്. ഈ രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ എന്താണ്, ഏജന്റ് ഡുവർ ഇല്ല, അപ്പോൾ എന്താ അവസാനം ബൈയിൽ അവസാനിക്കുന്ന സെന്റൻസ് അല്ലേ, ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇവിടെ നോക്കും, ഏജന്റ് ഡുവർ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, ആരും കാണിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യാം, ഇത് കൊടുക്കാം, ബൈ കൊടുക്കുക. ഈ രണ്ട് രീതിയിൽ എഴുതിയാലും എന്താണ്
ശരിയാണ്. കാരണം ഇവിടെ ബൈ ഇവിടെ മുമ്പേ കൊടുക്കാൻ കാരണം എന്താണ്, ഇവിടെ ഓൾറെഡി എന്താണ് ഏജന്റ് ഡുവർ ആണ് ചോദ്യം, ഏജന്റ് ഡുവർ അവിടെ ഇല്ല ബൈക്ക് ശേഷം കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ WH ക്വസ്റ്റ്യൻ്റെ മുമ്പേ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ബൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചില ചോദ്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതും എന്താണ് ശരിയാണ്. ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്. ഈ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ വിച്ച് ബോയ് ബ്രോക്ക് യുവർ ലെഗ്സ്, വിച്ച് ബോയ് വേർ യുവർ ലെഗ്സ് ബ്രോക്കൺ ബൈ, ഓർ ബൈ വിച്ച് ബോയ് വേർ യുവർ ലെഗ്സ് ബ്രോക്കൺ. ഇപ്പോൾ നിങ്ങൾക്ക് വേറെ സംശയം ഉണ്ടാവും, വിച്ച് ബോയ് അല്ലേ, വിച്ച് ബോയ്ക്ക് ശേഷം എന്താണ് നമുക്കിവിടെ ചോദ്യം വന്ന സമയത്ത് ഇവിടെ ഒരു ഹെൽപ്പിംഗ് വേർബ് വരണ്ടേ, ഹെൽപ്പിംഗ് വേർബ് ഡിഡ് വരണ്ടേ, പിന്നെ വെർബിൻ്റെ V1 ആയിട്ടുള്ള ബ്രേക്ക് അല്ലേ വരിക എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അപ്പോൾ തന്നിരിക്കുന്ന എന്താണ് സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ചോദ്യമാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിലും എന്ത് ചെയ്യാം, സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും നമുക്ക് ഹെൽപ്പിംഗ് വെർബ് ഇല്ല എന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയിട്ട് വിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ശേഷം നമുക്ക് എന്ത് ചെയ്യാം അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെയും എഴുതാം. അതുകൊണ്ടാണ് ഇവിടെ ഡിഡ് ഇല്ലാതെ എന്ത് ചെയ്ത് ബ്രേക്ക് യൂസ് ചെയ്യാതെ ഡിഡ് ബ്രേക്കിന് പകരം എന്ത് ചെയ്യുക വിച്ച് ബോയ് ബ്രോക്ക് യുവർ ലെഗ്സ് എന്ന് യൂസ് ചെയ്ത് കേട്ടോ. അതാണ് ഇവിടെ ഒരു മാറ്റം നിങ്ങൾ കാണുന്നത്. ഏതെങ്കിലും വിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കരുതുന്നത്, വിച്ച് ഒബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിച്ചു, സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിച്ചു. രണ്ട് രീതിയിലും എന്ത് ചെയ്യുക നമുക്ക് ചോദിക്കാം. സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് ബൈക്ക് ശേഷം ഏജന്റ് ഡുവർ ഉണ്ടാവില്ല. അപ്പോൾ ബൈ സെൻറ്റൻസിൻ്റെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ അവസാനമോ അല്ലെങ്കിൽ ബൈ എന്താ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ തുടക്കത്തിലോ എന്ത് ചെയ്യുക, രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത പറയട്ടെ. അടുത്ത നമുക്ക് ഹൂ ആണ്. ഹൂ എന്ന് പറയുന്നത് എന്താണ്? ഹൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ഹൂ എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിക്കുന്നതാണ്. അപ്പോൾ സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിക്കുന്ന സമയത്ത് നേരത്തെ നമ്മൾ വിച്ച് ബോയ് അല്ലേ ബ്രോക്ക് യുവർ ലെഗ്സ്, നിങ്ങൾ നോക്കൂ ഇവിടെ സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിക്കുന്ന സമയത്ത് സിമ്പിൾ പാസ്റ്റ് ആകുന്ന സമയത്തും അതേപോലെ തന്നെ സിമ്പിൾ പ്രസന്റ് ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹൂനെയോ അല്ലെങ്കിൽ എന്താ വിച്ചിന് ശേഷം സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിക്കുന്ന സമയത്ത് ഹെൽപ്പിംഗ് വെർബ് നമുക്ക് അവിടെ ഉപയോഗിക്കില്ല അല്ലേ. ഉപയോഗിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം എഴുതാം. തൊട്ട് പുറകിൽ വന്നിരിക്കുന്ന സ്ലൈഡ് നോക്കൂ നിങ്ങൾ. ഇതാണ് നമ്മളിപ്പോൾ ആൻസർ ചെയ്തത് അല്ലേ. ആൻസർ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഒക്കെ ഇവിടെ വിച്ച് വന്നു, ശേഷം എന്താണ് V2 ആണ്, പിന്നെ ഒബ്ജക്റ്റ് ആണ് അല്ലേ വന്നത് അല്ലേ. ഇതേപോലെ തന്നെയാണ് എന്ത് തൊട്ട് ശേഷം നമ്മൾ പറഞ്ഞ കാര്യം. ഇവിടെ നോക്കൂ, ഹൂ വന്നു, V2 വന്നു, ഒബ്ജക്റ്റ് വന്നു. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേതാണ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ആണ്. ഈ ടെൻസ് ഏതാണ്, സിമ്പിൾ പാസ്റ്റ്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ പ്രസന്റിലും പറയാം. ഹൂന് ശേഷം എന്ത് ചെയ്യാം, V1 V1 പ്ലസ് SOS പ്ലസ് ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പറയാം. ഏത് സിമ്പിൾ പ്രസന്റിൽ. മറ്റുള്ളതാകുന്ന സമയത്തോ, അതായത് മറ്റുള്ള സെന്റൻസ് ആകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ഹൂന് ശേഷം ഹെൽപ്പിംഗ് വെർബ് വരും, മെയിൻ വെർബ് വരും, ഒബ്ജക്റ്റ് വരും. ആ ഒരു സ്ട്രക്ചർ തന്നെ. ഓക്കെ. ഹൂന് ശേഷം ഹെൽപ്പിംഗ് വെർബ് വരും, അതേപോലെ മെയിൻ വെർബ് വരും, ഒബ്ജക്റ്റ് വരും. ഓക്കെ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് എന്ത് ഹൂവിനെ അടിസ്ഥാനമാക്കിയിട്ട് ആ ഒരു സെന്റൻസിൻ്റെ സ്ട്രക്ചറിൽ സബ്ജക്റ്റിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ഭാഗത്തേക്ക് ഹൂവിനെ ചേർത്താൽ മതി. അതായത് സെന്റൻസ് സബ്ജക്റ്റ് കൊടുക്കുന്ന സ്ഥാനത്ത് എന്ത് ചെയ്യുക, സബ്ജക്റ്റിനെ ഒഴിവാക്കിയിട്ട് ആ ഒരു സ്ഥാനത്തേക്ക് ആരെ കൊടുത്താൽ മതി, ഹൂവിനകത്ത് കൊടുത്താൽ മതി. കാരണം എന്താ, ഹൂ എന്ന് പറയുന്ന ചോദ്യം ആരെയാണ്, സബ്ജക്റ്റിനെയാണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് V1 V1 പ്ലസ് SOS പ്ലസ് ഒബ്ജക്റ്റ് ഹൂ ആയി, റീപ്ലേസ് ചെയ്തു. സബ്ജക്റ്റ് V2 പ്ലസ് ഒബ്ജക്റ്റ് ഹൂ ആയി. സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്തായാലും മാറി, ഹൂ ആയിട്ട് മാറി. ഹൂ പ്ലസ് ഹെൽപ്പിംഗ് വെർബ് മെയിൻ വെർബ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? നമുക്ക് ഇവിടെ ഹൂ നമ്മൾ ആക്റ്റീവ് വോയിസിൽ അല്ലേ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സ്ട്രക്ചറിലൊക്കെ എന്ത് ചെയ്യാം, ഹൂവിനെ അടിസ്ഥാനമാക്കിയിട്ട് ചോദ്യം ചോദിക്കുക. ഇതൊക്കെ എന്താണ്, ആക്റ്റീവ് വോയിസ് ആണ് അല്ലേ. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, മറ്റുള്ള എല്ലാ ടെൻസുകളും അല്ലേ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടാവും. ഓക്കെ. ഇവിടെ നോക്കൂ, പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് അവിടെ എന്താ മാറ്റം വരിക, അവിടെ വന്നിരിക്കുന്നതിൽ ഹൂ വരും അല്ലെ. ഹൂ വന്ന അങ്ങനെ തന്നെ ഹൂ നമുക്ക് എഴുതാം. പിന്നെ എന്താണ്, ഏതാണോ സെന്റൻസിലെ ഹെൽപ്പിംഗ് വെർബ് ആ ഹെൽപ്പിംഗ് വെർബിനെ എടുത്ത് എഴുതുക. ഹെൽപ്പിംഗ് വെർബിന് എന്ത് ചെയ്യുക, ഹൂ ആണെങ്കിൽ ഹൂവിനെ എടുത്ത് എഴുതുക, ഹെൽപ്പ് വെബിൻ്റെ ഹെൽപ്പ് വെബിനെ ഡയറക്റ്റ് കൊണ്ട് എടുത്ത് എഴുതുക. ഹെൽപ്പ് വെബ് ഇല്ലാത്ത സെന്റൻസ് നമ്മൾ ബി ഫോമിന് എഴുതുന്നത്. നെക്സ്റ്റ് എന്താണ് തന്നിരിക്കുന്നത്, മെയിൻ വെർബ് അല്ലേ. മെയിൻ വെർബ് ഏതാണോ ആ മെയിൻ വെർബ് ഒബ്ജക്റ്റ് ഏതാണോ ആ ഒബ്ജക്റ്റിന് എടുത്ത് എഴുതി, മെയിൻ വെർബ് ഏതാണ് അടിസ്ഥാനമാക്കിയിട്ട് അതിൻ്റെ ബി ഫോം എഴുതി, ഏത് മെയിൻ വെർബ് ആണെങ്കിലും അതിൻ്റെ V3 എഴുതി. അവസാനം എന്താ, ബൈ അല്ല. ബൈക്ക് ശേഷം എന്താണ്, ഏജന്റ് അല്ലെങ്കിൽ ഡുവറെ കാണിക്കാനല്ല. കാരണം ചോദ്യം എന്താണ്, ഏജന്റ് ഡുവർ. അപ്പോൾ ബൈക്ക് ശേഷം എന്താ അവിടെ സബ്ജക്റ്റ് ഉണ്ടാവുമോ, ഇല്ല.
അതേപോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. അതായത് ഹെൽപ്പിംഗ് വെർബ് ഒബ്ജക്റ്റീവ് ബി V3 അല്ലെ. ഇത്രയും ഭാഗം നോക്കൂ നിങ്ങൾ. ഇവിടെ ശ്രദ്ധിക്കണേ, കുറച്ച് ശ്രദ്ധിക്കാണ്ട് നമ്മൾ. ഇത്രയും ഭാഗം നോക്കൂ. ബൈ വേണ്ട നമുക്ക്. ഇത്രയും ഭാഗം നോക്കൂ നിങ്ങൾ. ഇത്രയും ഭാഗത്ത് ഇവിടെ വന്നിരിക്കുന്നു നോക്കൂ. ഇതുണ്ടോ, ഹെൽപ്പിംഗ് വെർബ് ഒബ്ജക്റ്റീവ് ബി V3 പ്ലസ് V3. ഹെൽപ്പിംഗ് വെർബ് ഒബ്ജക്റ്റീവ് ബി V3, ഹെൽപ്പിംഗ് വെർബ് ഒബ്ജക്റ്റീവ് ബി V3 ആൻഡ് ഹെൽപ്പിംഗ് വെർബ് ഒബ്ജക്റ്റീവ് BE ആൻഡ് V3. ഇത്രയും എന്താണ്, സെയിം ആണ്. ഹൂ ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, നമുക്ക് ആദ്യം ഹൂവും അവസാനം ബൈയും വരും. ഹൂ അല്ലാതെ മറ്റു രീതിയിൽ നമുക്ക് പറയാം എന്ത് ഉപയോഗിച്ചിട്ട്, ബൈ ഹും ഉപയോഗിച്ചിട്ട്. അങ്ങനെയാണെങ്കിലോ നമുക്ക് ബൈ ഹും ആണെങ്കിൽ ആദ്യം ബൈ ഹും വരും, അവസാനം ബൈ ഉണ്ടാവുകയില്ല. ക്ലിയർ ആണോ? അതായത് ഹൂലാണ് നമ്മൾ പാസീവ് വോയിസിൽ നമ്മൾ ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ എന്താണ്, ഹൂല് സെൻറ്റൻസ് തുടങ്ങിയിട്ട് അവസാനം എന്തുണ്ടാവും, ബൈ ഉണ്ടാവും. ഹൂല് സെൻറ്റൻസ് തുടങ്ങുകയും ചെയ്യും, അവസാനം എന്തുണ്ടാവും, ബൈ ഉണ്ടാവുകയും ചെയ്യും. ഹൂല് സെൻറ്റൻസ് തുടങ്ങും, അവസാനം എന്തുണ്ടാവും, ബൈ ഉണ്ടാവും. അത് ഹുമ്മിലാണെങ്കിലോ ബൈ ഹും എന്ന തുടക്കത്തിൽ തന്നെ ഉണ്ടാവും, അവസാനം എന്തുണ്ടാവില്ല, ബൈ ഉണ്ടാവില്ല. ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യത്തിൽ ഒന്നാമത്തെ ചോദ്യം, ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ദർ. ഹൂ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് ദർ. ഹൂ വന്നു, പ്ലസ് SORES ആണ് വന്നത്, ദെൻ ഒബ്ജക്റ്റ് വന്നു അല്ലേ. നെക്സ്റ്റ് നോക്കൂ, തന്നിരിക്കുന്ന സെൻറ്റൻസ് അല്ലേ, നമ്മൾ പാസീവ് വോയിസിലേക്ക് മാറ്റി. ഇതാണെന്ത്, ആക്റ്റീവ് വോയിസ് അല്ലേ. പാസീവ് വോയിസിൽ മാറ്റുമ്പോൾ ആദ്യം നമ്മൾ ഹൂ എടുത്തെഴുതി അല്ലേ, ആദ്യം ഹൂ എടുത്തെഴുതി. നെക്സ്റ്റ് ഏതാണ്, തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഹെൽപ്പിംഗ് വെർബാണ്. ഇവിടെ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ, ഇല്ല. പിന്നെ നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, ഏതിൽ, സിമ്പിൾ പ്രസന്റ് ഇല്ല. അപ്പോൾ നമ്മൾ അവിടെ എന്താ യൂസ് ചെയ്യുക, ബി ഫോം അല്ലേ. ബി ഫോം ഏതാ യൂസ് ചെയ്യുക, ഈസ് ആം ആറ് അല്ലേ. അവിടെ എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ഈസ് ഉപയോഗിച്ചു. ഒബ്ജക്റ്റ് ഏതാണ്, ഇംഗ്ലീഷ് ആണ്. നെക്സ്റ്റ് നോക്കൂ, തന്നിരിക്കുന്ന വെർബ് അല്ലെ, തന്നിരിക്കുന്ന വെർബ് ടീച്ചേഴ്സ് ആണ്. അതിൻ്റെ V3 ഏതാണ്, തോട്ടാണ്. ടീച്ച്, തോട്ട് എന്നാണ് പറയുക. TEACH, ടീച്ചാണ് B1, TAUGHT അല്ലേ, തോട്ട് എന്ന് പറയും. തോട്ട്, ടീച്ച്, തോട്ട് എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ V1 പ്ലസ് SORES ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത്, V3 ചെയ്ത്. റിമൈനിങ് പാർട്ട് ഓഫ് സെൻറ്റൻസ് ആണ് ദർ എന്ന് പറഞ്ഞത്. അപ്പോൾ ദർ നമുക്ക് അങ്ങനെ തന്നെ അവിടെ എഴുതിയാൽ മതി. നെക്സ്റ്റ് ബൈ അല്ല, ബൈയിൽ അവസാനിച്ചു. പിന്നെ സബ്ജക്റ്റ് കാണിക്കാനുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ സെൻറ്റൻസ് അവസാനിച്ചു. മറ്റു രീതിയിലാണെങ്കിലോ ഈസ് അല്ലേ, ഇവിടെ നോക്കൂ, ഇത്രയും ഭാഗം ഈസ് ഇംഗ്ലീഷ് തോട്ട് ദർ അല്ലേ, ഈസ് ഇംഗ്ലീഷ് തോട്ട് ദർ അല്ലേ. ഇവിടെ ഹൂ ബൈ അല്ലേ, ഹൂ ആദ്യം വന്നു, ബൈ അവസാനം വന്നു. ഇവിടെ നോക്കൂ, ബൈ ഹും എന്ന് പറയുന്ന ഒരൊറ്റ ഒന്നിൽ എന്ത് ചെയ്തു, സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വന്നു. ഈ ഒരു ഡിഫറൻസ് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ എക്സാമിന് ചോദിക്കും ഹൂ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് തെറ്റിപ്പോകരുത്. എന്താണ് അതിൻ്റെ ഡിഫറൻസ്, ആരാണ് അതിൽ ഇല്ലാതിരിക്കുക, എന്തുകൊണ്ടാണ് ഇല്ലാതിരിക്കുക എന്നത് ശ്രദ്ധിക്കുക. വാട്ടിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല, ചോദ്യം വാട്ടാണ്. ഹൂവിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല, ചോദ്യം എന്താണ്, സബ്ജക്റ്റ് ആണ്. ഓക്കെ. അതേപോലെ തന്നെ എന്താണ്, വിച്ചിൽ എന്താണ്, സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയും ഒബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കിയും ചോദിക്കുക. സബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിക്കുകയാണെങ്കിൽ സെൻറ്റൻസിൽ എന്തില്ല, സബ്ജക്റ്റ് ഉണ്ടാവില്ല. ഒബ്ജക്റ്റിനെ അടിസ്ഥാനമാക്കി ചോദിക്കുകയാണെങ്കിൽ സെൻറ്റൻസിൽ ഒബ്ജക്റ്റ് ഉണ്ടാവില്ല. ക്ലിയർ ആണോ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത നമുക്ക് നോക്കാം.